നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിരവധി മേഖലയിൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ്. ഇന്ത്യയിൽ ലോകോത്തര നിലവാരമുള്ള റോഡുകൾ മുതൽ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ നടപ്പിലാക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിലും രാജ്യത്തിൻ്റെ പേര് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതിലും പ്രധാന കാരണങ്ങളാണ്. അങ്ങനെയുള്ള നിരവധി പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇരു സർക്കാരിൻ്റെയും സഹായത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പ്രോജക്റ്റ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനലായി ഈ ആഴക്കടൽ ജല തുറമുഖം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം കേൾക്കുന്ന മറ്റൊരു സന്തോഷ വാർത്തയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽവേ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഉടൻ അനുമതി നൽകുമെന്നുള്ളത്. 1200 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റെയിൽവേക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി മെയ് മാസത്തിൽ തന്നെ ലഭിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതി ഏപ്രിലിൽ നടന്ന യോഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശദമായ മറുപടി നൽകിയതായി വിഴിഞ്ഞം തുറമുഖ അധികൃതർ പറഞ്ഞിരുന്നു. സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചയ്ക്കകം അനുമതി നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. സാധാരണയായി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് റോഡുകളുടെയും റെയിൽവേകളുടെയും ഇന്ത്യൻ ശൃംഖലയാണ് സാധാരണക്കാരൻ്റെ ഏറ്റവും സാധാരണമായ ആശയവിനിമയ മാർഗം. ഓരോ തുരങ്കത്തിൻ്റെയും നിർമ്മാണം, അത് റോഡാകട്ടെ റെയിൽ മാർഗമാകട്ടെ, 2 സ്ഥലങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള മറ്റൊരു ശ്രമം മാത്രമാണ്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ദൂരം കുറച്ച് ജനങ്ങൾക്ക് അവരുടെ ജീവിത മാർഗത്തിനായി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. തുറമുഖ നഗരമായ വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ തുരങ്കത്തിലൂടെ 10.7 കിലോമീറ്റർ നീളമുള്ള റെയിൽപാത നിർമ്മിക്കും. ടണൽ ആയതിനാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. മുഴുവൻ പാതയുടെ 9 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്നു. ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിലുള്ള നിർമ്മാണമാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തൂണുകൾക്ക് മുകളിലൂടെ ഹാർബറിലേക്ക് നീളുന്നു. ഈ ആവശ്യത്തിനായി 1/2 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഭൂഗർഭ റെയിൽവേയുടെ രൂപരേഖ വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് മുടവൂർ പാറയിലെത്തി നേമം നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് തിരിയുന്നു. വലിയ ഒരു പ്രോജക്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഈ ആവശ്യത്തിനായിട്ട് ബാലരാമപുരത്ത് 5 ഹെക്ടറോളം സ്ഥലമാണ് റോഡിൻ്റെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടത്. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 1200 കോടി രൂപ അനുവദിച്ച് നൽകുകയും ചെയ്തു. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ കുറച്ച് തുരങ്കങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അടൽ റോഡ് ടണൽ, ഹിമാചൽ പ്രദേശ്. ലോങ്സ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടണൽ ഇനാഗുറേറ്റഡ് ഓൺ ഒക്ടോബർ 3, 2020. നിർമ്മാണം 2010 ആരംഭിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇത് പൂർത്തിയായപ്പോൾ കിലോങ്ങിനും മണാലിക്കും ഇടയിലുള്ള ദൂരം കുറഞ്ഞത് 46 കിലോമീറ്റർ എങ്കിലുമാണ്. 10 മീറ്റർ വീതിയുള്ള അടൽ റോഡ് ടണൽ ഏകദേശം 3000 മീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പിർ പഞ്ചൽ റെയിൽവേ ടണൽ, ജമ്മു കാശ്മീർ. ഏറ്റവും നീളമുള്ള റെയിൽവേ ടണൽ. ജമ്മു കാശ്മീരിലെ ഹിമാലയൻ പർവ്വത നിരകളുടെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന പിർ പഞ്ചൽ റെയിൽവേ ടണൽ T80 എന്നും അറിയപ്പെടുന്നു. ഇത് ഇന്ത്യയിലെ നീളമേറിയ ഗതാഗത തുരങ്കമാണ്. ഈ സിംഗിൾ ട്രാക്ക് റെയിൽവേ തുരങ്കം 2013 തുറന്നു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ 2017 ഉദ്ഘാടനം ചെയ്തത്. ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് ടണൽ ജമ്മുവും തലസ്ഥാനവും തമ്മിലുള്ള ദൂരം 41 കിലോമീറ്ററിൽ നിന്ന് 9 കിലോമീറ്ററായി കുറച്ചു. ഇപ്പോൾ ഈ 2 സ്ഥലങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യാനെടുക്കുന്ന സമയം പഴയതിനേക്കാൾ കുറവാണ്. ബനിഹാൽ ഖാസിഗുണ്ട് റോഡ് ടണൽ, ജമ്മു ആൻഡ് കാശ്മീർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 മീറ്റർ ഉയരത്തിൽ പരസ്പരം സമാന്തരമായി പോകുന്ന 2 ട്യൂബുകൾ അടങ്ങുന്ന ഒരു തുരങ്കമാണ് ബനിഹാൽ ഖാസിഗുണ്ട് റോഡ് ടണൽ. 2011 മുതൽ നിർമ്മാണത്തിലിരിക്കുന്ന ബനിഹാൽ ഖാസിഗുണ്ട് റോഡ് ടണൽ 2021 ആയപ്പോഴാണ് പൂർത്തിയായത്. അതിനുശേഷം ബനിഹാലിനും ഖാസിഗുണ്ടിനും ഇടയിലുള്ള ദൂരം കുറഞ്ഞത് 16 കിലോമീറ്റർ എങ്കിലും കുറച്ചു. സംഗൽദാൻ റെയിൽവേ ടണൽ, ജമ്മു കാശ്മീർ. 2010 പൂർത്തിയാക്കുന്ന തുരങ്കം 2017 മുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ റെയിൽവേ തുരങ്കമാണിത്. ജമ്മുവിനെയും ബാരാമുള്ളയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനിൻ്റെ ഒരു ഘടകമായതിനാൽ ഖത്ര, ബനിഹാൽ റെയിൽവേ സ്റ്റേഷനുകളുടെ വിഭാഗങ്ങളുടെ കീഴിലാണ് സംഗൽദാൻ റെയിൽവേ ടണൽ വരുന്നത്. റാപ്പുരു റെയിൽവേ ടണൽ. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും നീളമേറിയതുമായ വൈദ്യുതീകരിച്ച റെയിൽവേ തുരങ്കമാണിത്. 2019 ഉദ്ഘാടനം ചെയ്തു. ഓബുല വാരിപ്പള്ളിക്കും അതുപോലെ തന്നെ വെങ്കടാചലത്തിനും ഇടയിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും കുറഞ്ഞു. റാപ്പുരു റെയിൽവേ ടണൽ ചെന്നൈ, മുംബൈ നഗരങ്ങൾക്കും ചെന്നൈ, ഹൗറ എന്നീ നഗരങ്ങൾക്കുമിടയിൽ ഏറ്റവും കുറഞ്ഞ ദൂരം നൽകുന്നു.
കുതിരാൻ തുരങ്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ഇരട്ട ട്യൂബ് 6 വരി ഹൈവേ ടണലാണിത്. NH 544 സ്ഥിതി ചെയ്യുന്ന തുരങ്കം NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിക്കുന്നതുമാണ്. റോഡ് ഗതാഗതത്തിനുള്ള കേരളത്തിലെ ആദ്യത്തെ തുരങ്കവും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി പാത തുരങ്കവുമാണിത്. തുരങ്കത്തിൻ്റെ നിർമ്മാണം 2016 ആരംഭിച്ചു. 2021 ഡിസംബറോടെ പൂർത്തിയായി.